ഭരണം എന്ന് പറയുന്നത് ഭരണഘടന നടപ്പാക്കുന്ന പരിപാടിയാണ്. മുൻകാലങ്ങളിൽ അത് ആകെ പക്കയായിരുന്നു എന്നർത്ഥമില്ല. പക്ഷേ മുൻകാല ഗവൺമെൻറ്റുകൾ ഒരു പരിധിവരെ പരിശ്രമിച്ചത് ഭരണഘടന ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തന്നെയാണ്. ഈ വണ്ടി വെൽഫെയർ സ്റ്റേറ്റ് എന്ന ലക്ഷ്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ടേൺ അടിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിലേക്കും മഹാഭാരതത്തിലേക്കും തിരികെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ വളരെ പെട്ടെന്ന് ഇറക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെൽഫെയർ സ്റ്റേറ്റിലെത്തില്ല, നിങ്ങൾ ഇന്ത്യയിലെത്തില്ല, നിങ്ങൾ അങ്ങോട്ട് ത്രേതായുഗത്തിലെത്തും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഒരു കാർഷിക രാജ്യമെന്നാണ് നമ്മൾ പറയുന്നത്. പറയല്ല, അത് അങ്ങനെ തന്നെയാണ്. 1.25 ലക്ഷം കോടി രൂപ കൃഷിക്കും 5.25 ലക്ഷം കോടി രൂപ പ്രതിരോധത്തിനും മാറ്റിവെച്ച ഒരു രാജ്യം എന്തൊരു രാജ്യമാണ്? ഈ മുൻഗണനകൾ തീരുമാനിച്ചൊരു സർക്കാരിന് ഈ രാജ്യത്ത് തുടരാൻ അധികാരമുണ്ടോ? ആ സർക്കാർ നമ്മെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നമ്മുടെ തുടക്കത്തിലെ സ്വപ്നത്തിലേക്കാണോ കൊണ്ടുപോവുക? ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുന്ന സംഘടനയുടെ, പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്ന് കണ്ടോളണം. തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ വിമർശിക്കട്ടെ. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന കൃഷിക്കാരില്ലേ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അദ്ദേഹം പറയണ്ടേ, നിങ്ങളൊരു 4 ലക്ഷം കോടി രൂപ കൃഷിക്ക് നീക്കിവെക്കൂ, പ്രതിരോധത്തിൻ്റെ ചെലവ് കുറയ്ക്കൂ, അതിന് നീക്കിവെച്ച സംഖ്യ കുറയ്ക്കൂ എന്ന് പറയാനുള്ള സംഘപരിവാർ യുദ്ധഭൂമി സെറ്റ് ചെയ്യണത് തന്നെ ത്രേതായുഗത്തിലാണ്. അതാ അതിൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു യുദ്ധം ജയിക്കാനില്ല, ഒരു യുദ്ധം നയിക്കാനില്ല, ഒരു യുദ്ധത്തിലും പങ്കാളിയാവാനില്ല. അങ്ങോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കണു എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്ന രാഷ്ട്രം 1947 രൂപീകരിക്കപ്പെട്ടതാണ്. അതിന് 500 കൊല്ലം മുമ്പേ, 1000 കൊല്ലം മുമ്പേ, 5000 കൊല്ലം മുമ്പേ എന്നെല്ലാം കള്ളം പറയുകയാണ്. 47 നാം ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിച്ചു, സ്വാതന്ത്ര്യം വാങ്ങി കിട്ടി എന്നൊക്കെയാണ് പറയുക. അങ്ങനെയൊക്കെയും പറയാം. യഥാർത്ഥത്തിൽ 47 നമ്മളൊരു പുതിയ ദേശരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ആ ദേശരാഷ്ട്രം ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്, ഒരു പർട്ടിക്കുലർ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 47 ശേഷം ആ വെൽഫെയർ സ്റ്റേറ്റിലേക്കുള്ള, ക്ഷേമരാഷ്ട്രത്തിലേക്കുള്ള സഞ്ചാരമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാവേണ്ടത്. അങ്ങനെയാണ് 50 നമ്മൾ ഭരണഘടന ഉണ്ടാക്കുന്നത്. ഭരണഘടന എന്ന് പറയുന്നത് കുറേ നല്ല കാര്യങ്ങൾ ചേർത്ത ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നല്ല, അങ്ങനെയല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ ഈ വെൽഫെയർ സ്റ്റേറ്റിലേക്ക് എത്താൻ നിങ്ങൾ ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അഭിപ്രായങ്ങളാണ്. ഏത് വഴിയാണത്? ജനാധിപത്യത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ, സെക്കുലറിസത്തിൻ്റെ, ഫെഡറലിസത്തിൻ്റെ, നീതിയുടെ, തുല്യതയുടെ, ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. ഈ ആശയങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ വെൽഫെയർ സ്റ്റേറ്റിലെത്തും. എങ്ങനെയാണ് ഈ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ? ആ സഞ്ചാരം എന്ന് പറയുന്നത് ഭരണത്തിലൂടെയാണ്. അതുകൊണ്ട് ഭരണം എന്ന് പറയുന്നത് ഭരണഘടന നടപ്പാക്കുന്ന പരിപാടിയാണ്. മുൻകാലങ്ങളിൽ അത് ആകെ പക്കയായിരുന്നു എന്നർത്ഥമില്ല. പക്ഷേ മുൻകാല ഗവൺമെൻറ്റുകൾ ഒരു പരിധിവരെ പരിശ്രമിച്ചത് ഭരണഘടന ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മെച്ചങ്ങൾ ആ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ ഭരണഘടന ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതിന് പകരം ഇതിൻ്റെ എല്ലാ ആശയങ്ങളെയും ചവിട്ടി മെതിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, വെൽഫെയർ സ്റ്റേറ്റിലേക്ക് 10-80 വർഷം മുൻപേ യാത്ര തുടങ്ങിയിട്ടുള്ള ഒരു വാഹനം തട്ടിയും മുട്ടിയും ഒക്കെ തന്നെയാണ് പോയത്. പലയിടത്തും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് അതിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിട്ട് ഈ വണ്ടി റോട്ടിൽ നിന്ന് സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ പാടെ ഡ്രൈവറെ വിളിച്ച് ഉണർത്തിയിട്ട് വേറെ ആളെ ആ സീറ്റിലിരുത്തിയിട്ട് വണ്ടി വീണ്ടും റോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ തട്ടിയും മുട്ടിയും അത് പോവുമായിരുന്നു. എന്താണ് 2014 ശേഷം സംഭവിച്ചത്? ഈ വണ്ടി വെൽഫെയർ സ്റ്റേറ്റ് എന്ന ലക്ഷ്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ടേൺ അടിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിലേക്കും മഹാഭാരതത്തിലേക്കും തിരികെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ വളരെ പെട്ടെന്ന് ഇറക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെൽഫെയർ സ്റ്റേറ്റിലെത്തില്ല, നിങ്ങൾ ഇന്ത്യയിലെത്തില്ല, നിങ്ങൾ അങ്ങോട്ട് ത്രേതായുഗത്തിലെത്തും. സംഘപരിവാർ ഈ
എന്താ യുദ്ധഭൂമി സെറ്റ് ചെയ്യണത് തന്നെ ത്രേതായുഗത്തിലാണ്. അതാ അതിൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു യുദ്ധം ജയിക്കാനില്ല, ഒരു യുദ്ധം നയിക്കാനില്ല, ഒരു യുദ്ധത്തിലും പങ്കാളിയാവാനില്ല. അങ്ങോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കണു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം കോർപ്പറേറ്റുകളുമായിട്ടുള്ള ഈ സംഘപരിവാറിൻ്റെ ബന്ധമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വലിയ കമ്പനികളുടെ, കോർപ്പറേറ്റുകളുടെ ഒക്കെ താല്പര്യങ്ങൾ തന്നെയാണ് സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ സംഘപരിവാറിൻ്റെ ഒരു പീരിയഡായപ്പോൾ ഫാസിസം എന്ന ഒരു പുതിയ രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനം ഇന്ത്യയിൽ ഉദയം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് ഫാസിസം? ഫാസിസം ദേശീയതയും കോർപ്പറേറ്റ് താല്പര്യങ്ങളും സമ്മേളിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് വർഗീയതയെ അല്ലെങ്കിൽ ജാതീയതയെ എല്ലാം മുൻപിൽ നിർത്തിക്കൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് കൊള്ളയാണ്. അതിൻ്റെ റിസൾട്ട് എന്താ? ഇന്ത്യയിൽ അതിഭീമമായ തോതിൽ അസമത്വം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സമ്പന്നർ വളരെ വേഗത്തിൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു, ദരിദ്രർ വളരെ വേഗത്തിൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് 2024-25 ബഡ്ജറ്റ്, ഇടക്കാല ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആ ബഡ്ജറ്റിൽ കൃഷിക്ക് വേണ്ടി നീക്കിവെച്ച സംഖ്യ 1.25 ലക്ഷം കോടി രൂപയാണ്. അത് കഴിഞ്ഞ വർഷത്തെ അതേ സംഖ്യയാണ്. അതിൽ നിന്ന് ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ഗ്രാമവികസനത്തിന് വർദ്ധിപ്പിച്ചിട്ടില്ല, തൊഴിലുറപ്പിന് വർദ്ധിപ്പിച്ചിട്ടില്ല, SC/ST ഫണ്ട് വർദ്ധിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. അതേസമയം വർദ്ധിച്ചൊരു ഫണ്ടുണ്ട്, അത് പ്രതിരോധത്തിനുള്ള ഫണ്ടാണ്. 5.25 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ കൊല്ലം അത് 4.5 ലക്ഷം കോടി രൂപയായിരുന്നു. കഷ്ടി 1 ലക്ഷം കോടി രൂപ വർദ്ധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഒരു കാർഷിക രാജ്യമെന്നാണ് നമ്മൾ പറയുന്നത്, പറയല്ല, അത് അങ്ങനെ തന്നെയാണ്. 1.25 ലക്ഷം കോടി രൂപ കൃഷിക്കും 5.25 ലക്ഷം കോടി രൂപ പ്രതിരോധത്തിനും മാറ്റിവെച്ച ഒരു രാജ്യം എന്തൊരു രാജ്യമാണ്? ഈ മുൻഗണനകൾ തീരുമാനിച്ചൊരു സർക്കാരിന് ഈ രാജ്യത്ത് തുടരാൻ അധികാരമുണ്ടോ? ആ സർക്കാർ നമ്മെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നമ്മുടെ തുടക്കത്തിലെ സ്വപ്നത്തിലേക്കാണോ കൊണ്ടുപോവുക? ഇതാണ് നമ്മൾ വോട്ടിന് പോകുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, തൃശ്ശൂരിലെ ജനങ്ങൾ ഒക്കെ മനസ്സിൽ കാണേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുന്ന സംഘടനയുടെ, പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്ന് കണ്ടോളണം. തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ വിമർശിക്കട്ടെ. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന കൃഷിക്കാരില്ലേ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അദ്ദേഹം പറയണ്ടേ, നിങ്ങളൊരു 4 ലക്ഷം കോടി രൂപ കൃഷിക്ക് നീക്കി വയ്ക്കൂ, പ്രതിരോധത്തിൻ്റെ ചെലവ് കുറയ്ക്കൂ, അതിന് നീക്കിവെച്ച സംഖ്യ കുറയ്ക്കൂ എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ സുരേഷ് ഗോപിക്ക്? ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ പങ്കുവെക്കേണ്ട ആശയം ഒന്നാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 60% ആളുകൾ NDA വിരുദ്ധരായ ഒരു രാജ്യമാണ് ഇന്ത്യ. BJPക്ക് 30-35% വോട്ടുകളാണ്. എന്ന് വെച്ചാൽ 60% ജനങ്ങൾ ഇന്ത്യയിൽ BJP വരരുത് NDA വരരുത് എന്നാഗ്രഹിക്കുന്നു. ആ 60%ത്തെ ഏകോപിപ്പിക്കുക എന്നൊരു കാര്യം നടന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം. അത് സംഭവിച്ചാൽ തീർച്ചയായും NDA ഭരണത്തിൽ നിന്ന് പുറത്താവും. മെജോറിറ്റി ഓഫ് പീപ്പിൾ ഈ ഗവൺമെൻറ് വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ്. ഇനി അഥവാ വന്നാലോ? ഇതാണല്ലോ ചോദ്യം. വന്നാൽ ഒരു സംശയമില്ല, ജനാധിപത്യ മതേതര ഇന്ത്യ ഇപ്പോൾ തന്നെ വലിയ വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഫെഡറലിസം എന്ന ആശയം തന്നെ ഇവർ വിശ്വസിക്കുന്നില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ ഇവർ മാനിക്കുന്നില്ല. നമ്മുടെ വൈവിധ്യങ്ങളിൽ, നമ്മുടെ ഡൈവേഴ്സിറ്റിയിൽ ഇവർ വിശ്വസിക്കുന്നില്ല. സാംസ്കാരിക പലമയിൽ ഇവർ വിശ്വസിക്കുന്നില്ല. അത്തരമൊരു പ്രത്യയശാസ്ത്രം 10 കൊല്ലം കൊണ്ട് ഭരണത്തിലിരുന്ന് ഉണ്ടാക്കാവുന്ന പരമാവധി ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 വർഷം കൂടി അതിന് അവസരം നീട്ടിക്കിട്ടിയാൽ എന്തെല്ലാം വിപത്തുകളാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ആ ഒരു മുറിവ് ഉണക്കാൻ പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് അത്തരമൊരു അബദ്ധത്തിലേക്ക് പ്രബുദ്ധമായ ഇന്ത്യൻ ജനത പോവില്ല എന്നാണ് നമ്മുടെ ചരിത്രാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പാഠം. 75-ലെ ഒരു അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയെ തുടർന്ന് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ മറിച്ചാണ് സംഭവിച്ചതെങ്കിലും ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യർ ഏത് ഭാഷയിൽ എഴുതിയാലും അവനവൻ്റെ രാജ്യത്തിൻ്റെ പേര് 5 അക്ഷരത്തിലധികമില്ല, ഇന്ത്യ എന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആ പേര് എഴുതാൻ അറിയാത്ത നിരക്ഷരരായ മനുഷ്യർ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ ഇന്ത്യയിൽ അവരെന്താണ് ഉണ്ടാക്കിയ റിസൾട്ട്? അത് നമ്മുടെ ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ, അതിൻ്റെ പിന്മുറക്കാരാണ്. അതുകൊണ്ട് ഈ 10 വർഷത്തെ BJP ഭരണത്തെ ഇന്ത്യയിലെ ജനങ്ങൾ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.